സിമ്പിൾ ഡിപി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി ഒരു പായസം ഉണ്ടാക്കാം. ഇത് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പായസമാണ്. കൊച്ചുകുട്ടികൾ പോലും ഉണ്ടാക്കിയാൽ നല്ല സ്വാദാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇതിന് കാര്യമായി സാധനങ്ങളൊന്നും വേണ്ട. ഞാനെടുത്തത് ഒരു നേന്ത്രപ്പഴം മുറിച്ചതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാല് കാച്ചാം. അര ലിറ്റർ പാലെടുത്ത് ഇത് കാച്ചി കുറുക്കിയെടുക്കുന്നതാണ് നല്ലത്. ഈ പായസത്തിൽ ഇടുന്ന പഴം ഉടഞ്ഞു പോവാതെ നോക്കണം. പാല് കുറുക്കിയെടുക്കാൻ സമയമില്ലെങ്കിൽ കാച്ചി ഒഴിച്ചാലും മതി. കുറുക്കി ഒഴിക്കുന്ന പായസത്തിൻ്റെ സ്വാദ് സൂപ്പറാണ്. പഴം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ എപ്പോൾ പായസം ഉണ്ടാക്കണം എന്ന് തോന്നിയാലും ഈ പായസം ഉണ്ടാക്കാം. പശുവിൻ പാൽ ഇല്ലെങ്കിലും തേങ്ങാപ്പാൽ കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കിയാൽ സൂപ്പർ ടേസ്റ്റാണ്. കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. ഇത് ഏത് സമയത്തും എപ്പോഴും വേണമെങ്കിൽ ഉണ്ടാക്കാം. അത്രയും ഈസിയാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാലും സൂപ്പർ സ്വാദാണ്. ഇത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. അതാണ് നല്ലത്. ഇനി ഈ അരിപ്പൊടിയിലേക്ക് കുറച്ച് തണുത്ത പാലൊഴിച്ച് ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരിപ്പൊടിയുടെ കൂട്ടൊഴിക്കുമ്പോൾ പഴം ഇളക്കിക്കൊണ്ടിരിക്കണം.
ഇനി ഇത് സ്റ്റൗവിലിരുന്ന് വെന്ത് കിട്ടണം. ഇത് ചെറിയ കുട്ടികൾക്കുണ്ടാക്കി കൊടുത്താൽ അവർ നല്ലതുപോലെ കഴിക്കും. അപ്പോൾ മധുരം കുറച്ചിട്ടാൽ മതി. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പഴം ഉടച്ചെടുക്കുന്നതാണ് നല്ലത്. നേന്ത്രപ്പഴവും അരിപ്പൊടിയും ഉള്ളതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ പായസം ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. പായസത്തിനനുസരിച്ച കട്ടി നോക്കി വേണം ഇളക്കിയെടുക്കാൻ. ഇനി അരിപ്പൊടി വെന്ത് കഴിഞ്ഞാൽ നേരത്തെ കാച്ചി വെച്ച പാല് കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഇത് അടിയിൽ പിടിക്കാതെ നോക്കണം. അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പായസത്തിൻ്റെ സ്വാദ് മൊത്തം പോകും. ഇതിൽ ഞാൻ ഏലക്കായ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ വളർത്തിയിടാം. ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇത് എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും ആർക്കെങ്കിലും ഒരു മധുരം കൊടുക്കണം എന്ന് തോന്നിയാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ പായസത്തിന് പഴത്തിൻ്റെ സ്വാദാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഞാൻ ഒഴിച്ചത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ്. ഒന്ന് നിങ്ങളും ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.